സംസ്ഥാനത്ത് ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ഇരിങ്ങാലക്കുട. LDF സ്ഥാനാർത്ഥി മന്ത്രി ആർ ബിന്ദുവിനെ നേരിടാൻ തോമസ് ഉണ്ണിയാടനെ ഒരിക്കൽ കൂടി കളത്തിലിറക്കിയിരിക്കുകയാണ് UDF. സന്തോഷ് ചെറാക്കളത്തിലൂടെ ശക്തി തെളിയിക്കാനാണ് BJP ശ്രമം. സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ ആർ ബിന്ദു നമ്മോടൊപ്പം ചേരുന്നു. പ്രചരണത്തിൻ്റെ തിരക്കിലാണവർ. എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? വളരെ അനുകൂലമായ സ്ഥിതിയാണുള്ളത്. എല്ലാവരും നല്ല പിന്തുണ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും വികസനം എത്തിക്കാൻ കഴിഞ്ഞതാണ് വലിയ നേട്ടമായിട്ട് കരുതുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മണ്ഡലത്തിൻ്റെ വികസന സ്വപ്നങ്ങളുടെ കേന്ദ്രത്തിലുണ്ടായിരുന്ന ഒരാശയമാണ് ഠാണ ചന്തക്കുന്ന് വികസനം. 50 വർഷത്തിലേറെ കാലമായിട്ട് പറഞ്ഞു കേട്ടിരുന്ന ഒരാശയം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനായത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അതുപോലെ നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ പൊതുജനാരോഗ്യ സംവിധാനങ്ങളും ഈ കാലയളവിൽ നന്നായി മെച്ചപ്പെട്ടിട്ടുണ്ട്. എല്ലാ പൊതുവിദ്യാലയങ്ങൾക്കും പുതിയ കെട്ടിടങ്ങളും അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പച്ചക്കുട എന്ന പേരിൽ ഒരു സമഗ്ര കാർഷിക പദ്ധതി ആരംഭിച്ച് പാടശേഖരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിക്കാൻ നല്ല സഹായം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മണ്ഡലത്തിലെ എല്ലാ പൊതുമരാമത്ത് റോഡുകളും നല്ല ഒന്നാന്തരം ബിറ്റ്മിൻ മെക്കാഡം ടാറിങ് ചെയ്ത് നവീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഈ മണ്ഡലത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വല്ലക്കുന്നിൽ നിന്ന് ആരംഭിച്ച് അനന്തപുരം നെല്ലായി റോഡ് അത് 11 കോടി രൂപ ചെലവിലാണ് നവീകരിച്ചത്. മാപ്രാണം നന്ദിക്കര റോഡ് 16 കോടി രൂപ ചെലവിൽ നവീകരിച്ചു. ചന്തക്കുന്നിൽ നിന്ന് കാക്കാത്തുരുത്തേക്ക് പോകുന്ന റോഡ് അത് മികച്ച നിലയിൽ ഇപ്പോൾ നന്നാക്കി വരികയാണ്. അതിന് 6.5 കോടി രൂപയാണ് സർക്കാർ ചെലവിട്ടത്. ഠാണ ചന്തക്കുന്ന് വികസനം 52 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. ആ നിലയിൽ ഗവൺമെൻറ്റിൻ്റെ വലിയ ഒരു പിന്തുണ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ലഭിച്ചിട്ടുണ്ട്. അത് മണ്ഡലത്തിന് വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയല്ല, നമ്മുടെ എല്ലാ പഞ്ചായത്ത് പ്രദേശങ്ങളും കാർഷിക പ്രാധാന്യമുള്ള പഞ്ചായത്ത് പ്രദേശങ്ങളാണ്. ഈ മുരിയാട് പഞ്ചായത്തിൽ കോന്തിപുലം സ്ഥിരം തടയണ ഏറെക്കാലമായിട്ട് കർഷകർ ആവശ്യപ്പെട്ടിരുന്നതാണ്. 12.5 കോടി രൂപയ്ക്ക് അതിൻ്റെ നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ പൊതുവിൽ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ വികസനത്തിനുള്ള അംഗീകാരം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് വിവിധ ആവശ്യങ്ങളുമായി വന്നിട്ടുള്ള എല്ലാ ഇരിങ്ങാലക്കുടക്കാർക്കും വളരെ നല്ല നിലയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാന സർക്കാരിൽ പങ്കാളിയായിരുന്ന ഒരാൾ മത്സരിക്കുകയാണ്. സ്വാഭാവികമായിട്ടൊരു ഭരണവിരുദ്ധ വികാരത്തെ ഭയക്കുന്നുണ്ടോ? തീർച്ചയായും ഒട്ടുമില്ല. കാരണം ഭരണം എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിതത്തിൽ ക്ഷേമം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഭരണമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം വളരെ സുസ്ഥിരമായ നിലയിൽ തന്നെ നമ്മൾ ലക്ഷ്യം വെച്ച എല്ലാ വികസന പദ്ധതികളും ഒന്നൊന്നായി നടപ്പാക്കിക്കൊണ്ട് പ്രകടന പത്രികയിൽ അക്കമിട്ട് പറഞ്ഞ എല്ലാം പൂർത്തീകരിച്ച് പ്രോഗ്രസ് കാർഡ് പ്രസിദ്ധീകരിച്ച ഒരു ഗവൺമെൻറ്റാണിത്. അതിനുവേണ്ടി വലിയ കഠിനാധ്വാനം ചെയ്ത് തന്നെ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ വകുപ്പുകളെയും ആഴത്തിൽ പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് അതൊക്കെ നന്നായി നടപ്പാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും എല്ലാം നമ്മൾ മുന്നേറ്റം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ വരെ ബിസിനസ് വിമുഖ സംസ്ഥാനമായിരുന്ന കേരളം കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ബിസിനസ് സൗഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനമായി കൂടി മാറിയിരിക്കുകയാണ്. നമ്മുടെ തൊഴിൽക്ഷമത വർദ്ധിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 1ാമത് പരിഗണന കൊടുത്ത 5 വർഷക്കാലമാണ് പിന്നിടുന്നത്. ഗണ്യമായ നിക്ഷേപം ആ മേഖലയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബജറ്ററി അലോക്കേഷൻസ് അതിൻ്റെയൊക്കെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ മേഖല ശാക്തീകരിക്കപ്പെട്ടു. തൊഴിലവസരങ്ങൾ കൂടുതലായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സംരംഭകത്വ താൽപ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലൊക്കെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിതത്തെ തൊട്ടുപോയിട്ടുണ്ട്. സാമൂഹ്യ പെൻഷനുകൾ 600 രൂപയിൽ നിന്ന് 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ വിപ്ലവകരമായ തീരുമാനങ്ങൾ തന്നെയാണ് ഗവൺമെൻറ് കൈക്കൊണ്ടത്. ഈ ഭാവി ഇരിങ്ങാലക്കുടയെ രൂപപ്പെടുത്താൻ എന്തൊക്കെ പദ്ധതികൾ ഇനി നടപ്പാക്കാനുണ്ട്? അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിഷൻ ടീച്ചറുടെ മനസ്സിലുണ്ട്? തീർച്ചയായും ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കണം.
ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിന് ഒരു ആധുനിക മുഖം നൽകേണ്ടതുണ്ട്. എത്രയോ വർഷങ്ങളായി, ഞാനൊക്കെ എൻ്റെ ഓർമ്മ വെച്ച കാലം തുടങ്ങി ആ ബസ് സ്റ്റാൻഡ് ഇതുപോലെ തന്നെയാണ്. അത് പൊളിച്ച് ആധുനിക രീതിയിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് അവിടെ തയ്യാറാക്കണം. അതിന് തൊട്ട് ചേർന്ന് കിടക്കുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ഭൂമിയാണ്. അവിടെ ഇപ്പോൾ ഇൻഡസ്ട്രീസ് സ്കൂളായിരുന്നു നേരത്തെ പ്രവർത്തിച്ചിരുന്നത്. അവിടെ ഇപ്പോൾ ഫാഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ബഹുനിലകളിലുള്ള ഒരു ഹയർ എഡ്യൂക്കേഷൻ ഹബ്ബ്, അതിൻ്റെ പദ്ധതി പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് പൂർത്തീകരിക്കണം. ശ്രീ ഇന്നസെൻറ്റിൻ്റെയും ജയചന്ദ്രൻ്റെയും, അതായത് ഇരിങ്ങാലക്കുടയുടെ അഭിമാനഭാജനങ്ങളായിരുന്ന കലാപ്രതിഭകൾ, അവരുടെ അനുസ്മരണാർത്ഥം ഒരു സാംസ്കാരിക സമുച്ചയം കഴിഞ്ഞതിന് മുമ്പിലത്തെ ബജറ്റിൽ വച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അത് തീർച്ചയായും ഇരിങ്ങാലക്കുടയ്ക്ക് മുതൽക്കൂട്ടാവും. അതുപോലെ തൊഴിൽ ജന്യമായിട്ടുള്ള കുറേ പദ്ധതികൾ മനസ്സിലുണ്ട്. ഈ പച്ചക്കുട പദ്ധതിയുടെ ഭാഗമായിട്ട് കാർഷികോൽപ്പന്നങ്ങൾ സംഭരിച്ച് അതിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യാനുള്ള ഒരു പദ്ധതി തീർച്ചയായും മണ്ഡലത്തിന് വലിയ സാധ്യതയുള്ളൊരു പദ്ധതിയാണ്. അതുപോലെ IT സെക്ടറിൽ ഒരു IT പാർക്ക് ഇരിങ്ങാലക്കുടയിൽ ആരംഭിച്ചാൽ അഭ്യസ്ത വിദ്യർ ഏറെയുള്ള മണ്ഡലമാണ്. അത് വളരെ ഗുണകരമാകുമെന്ന് കരുതുന്നു. വ്യാവസായിക മേഖലയിൽ വലിയ സാധ്യതകളുള്ള ഒരു മണ്ഡലം തന്നെയാണ് ഇരിങ്ങാലക്കുട. വെളിച്ചെണ്ണ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ പണ്ട് കാലം മുതൽ വ്യാവസായിക രംഗത്ത് നമ്മുടെ മണ്ഡലമുണ്ട്. അപ്പോൾ അത്തരം മേഖലകളെ കൂടി സ്പർശിച്ചു പോകുന്ന പദ്ധതികൾ കൂടി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടങ്ങളിലാണ് UDF പ്രധാനമായിട്ടും കണ്ണുവയ്ക്കുന്നത്. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എല്ലാ പഞ്ചായത്ത് പ്രദേശങ്ങളും LDF ആണ് ജയിച്ചിട്ടുള്ളത്. ഇരിങ്ങാലക്കുട നഗരസഭാ പ്രദേശത്താകട്ടെ UDF ജയിച്ചുവെങ്കിൽ പോലും പല വാർഡുകളും LDFന് നഷ്ടപ്പെട്ടത് വളരെ ചുരുങ്ങിയ വോട്ടുകൾക്കാണ്. വളരെ പ്രകടമായ മാറ്റം വോട്ടർമാർക്ക് ഉണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ഇരിങ്ങാലക്കുട നഗരസഭയിലെ റിസൾട്ട് തന്നെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത്. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ തീർത്തും LDFന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഉണ്ടായത്. ഓക്കെ, അപ്പോൾ വിജയാശംസകൾ നേരുന്നു. ഇരിങ്ങാലക്കുടയിലെ UDF സ്ഥാനാർത്ഥി ശ്രീ തോമസ് ഉണ്ണിയാടനാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിലാണ് നമ്മളുള്ളത്. ഓഫീസ് വളരെ സജീവമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തിരക്കിലാണ് അദ്ദേഹം. ഒരല്പം ഇടവേളയ്ക്ക് വേണ്ടി ഇവിടേക്ക് എത്തിയതാണ്. എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? നന്നായി പോകുന്നു. പൊതുവെ ആളുകളുടെ ഇടയിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെ? പൊതുവെ ആളുകളിൽ നല്ല ആവേശകരമായ പ്രതികരണമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഐക്യജനാധിപത്യ മുന്നണിയിലെ എല്ലാ നേതാക്കന്മാരും പ്രവർത്തകരും ഒരു ചടിൽ കുറത്ത പൂമാല കണക്കെ ഒന്നിച്ചൊറ്റക്കെട്ടായി വളരെ ആത്മവിശ്വാസത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ആ നിലയിൽ കാണാൻ കഴിയുന്നത്. ഞങ്ങളൊക്കെ വോട്ടർമാരുടെ ചെല്ലുമ്പോൾ അവർ ഒരു അവസരം കാത്തു നിൽക്കുന്നു എന്ന രീതിയിലാണ് ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ എന്ന നിലയിലുള്ളൊരു മനോഭാവമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അവരുടെ മുഖത്തുനിന്ന് അതൊക്കെ ഞങ്ങൾക്ക് വായിച്ചറിയാൻ കഴിയുന്നുണ്ട്. പലരും അത് പരസ്യമായി പോലും പറയുന്നുണ്ട്. ഞങ്ങളിതുവരെ ഐക്യജനാധിപത്യ മുന്നണിയെ സഹായിക്കാത്ത ആൾക്കാരാണ്. പക്ഷേ എങ്കിലും പല ആളുകളും പറയുന്നു ഈ ഭരണം ഇനി തുടരാൻ പാടില്ല, അതുകൊണ്ട് ആ ഭരണവിരുദ്ധ വികാരം ഞങ്ങൾക്ക് പ്രകടിപ്പിച്ചേ പറ്റൂ എന്നവർ പറയുന്നുണ്ട്. അത് പല സ്ഥലങ്ങളിലും പ്രിയപ്പെട്ട നല്ല സഖാക്കൾ പോലും പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിശ്വാസം. എന്തൊക്കെ ഘടകങ്ങൾ താങ്കളെ തുണയ്ക്കുമെന്നാണ് കരുതുന്നത്? എന്നെ തുണയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമൊന്നും ഐക്യജനാധിപത്യ മുന്നണി തന്നെയാണ്. ഐക്യജനാധിപത്യ മുന്നണിയെക്കുറിച്ച് ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. കാരണം ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ മാറ്റങ്ങൾ കേരളത്തിൽ വരുത്താൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് കേട്ടല്ലോ നമ്മുടെ 5 പ്രഖ്യാപനങ്ങളൊക്കെ എത്രയോ മനോഹരമായ പ്രഖ്യാപനങ്ങളാണ്. സ്ത്രീകൾക്കൊക്കെ തന്നെ സൗജന്യ ബസ് യാത്ര, പെൺകുട്ടികൾക്ക് 1000 രൂപ വീതം മാസം അലവൻസ്, അതുപോലെ തന്നെ ക്ഷേമ പദ്ധതികളൊക്കെ തന്നെ 3000 രൂപയാക്കുക, 25 ലക്ഷം രൂപയുടെ ഒരു കുടുംബ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക, അതുപോലെ സ്വയം ബിസിനസ് കണ്ടെത്താനായി ശ്രമിക്കുന്ന യുവ സംരംഭകർക്ക് വലിയ നിലയിലുള്ള സ്കോളർഷിപ്പ്, അതുപോലെ മറ്റ് തരത്തിലുള്ള സഹായങ്ങൾ, സ്കോളർഷിപ്പല്ല, അവർക്ക് ആ നിലയിലുള്ള ഒരു സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുക. അങ്ങനെ ഒട്ടനവധിയായ കാര്യങ്ങൾ. അങ്ങനെ ഒരു ഭാഗത്തും മറ്റ് സമൂലമായൊരു മാറ്റം അത് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിലും കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും
അങ്ങനെ പൊതുവെ എല്ലാ മേഖലയിലും വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള വലിയ കാഴ്ചപ്പാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് വെറുതെ വാക്കുകൾ കൊണ്ട് പറയുന്നതല്ല, അത് കൃത്യമായി ഒരു രൂപരേഖ സമർപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ മുന്നിൽ അത് വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പത്തികമായി തകർന്നു കിടക്കുന്നൊരു സംസ്ഥാനമാണ്. 1.5 ലക്ഷം കോടി രൂപയായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലഘട്ടം വരെ കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു കടം. ഇപ്പോൾ അത് 6 ലക്ഷം കോടി രൂപയായിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഞാനും സുഹൃത്തുമൊക്കെ തന്നെ ഏതാണ്ട് 1,70,75,000 രൂപയുടെ കടക്കാരായി മാറി നിൽക്കുകയാണ് നമ്മളെല്ലാവരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു സാമ്പത്തികമായി തകർന്നടിഞ്ഞ ഒരു സംസ്ഥാനമാണ്. എങ്കിലും അഴിമതിക്കൊരു കുറവുമില്ല, ചെലവിനൊരു കുറവുമില്ല. നമ്മൾ കാണില്ലേ നാട്ടിൽ നീളെ വെച്ചിരിക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ, മുഖ്യമന്ത്രിയുടെ പടവുമായിട്ടാണ് വെച്ചിരിക്കുന്നത്. എത്ര കോടിക്കണക്ക് രൂപയാണ്. ഈ നിലയിൽ 6 ലക്ഷം കോടി രൂപയോളം ബാധ്യതയിൽ കിടക്കുന്ന ഒരു സംസ്ഥാനം, ഒരു സംസ്ഥാനത്ത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാവുന്ന ഏറ്റവും വലിയ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുകയും എന്നിട്ടും ദൂരത്തിനൊരു കുറവുമില്ലാതെ നടത്താൻ കഴിയുന്നത് ഈ പിണറായി സർക്കാരിൻ്റെ ആർക്കെങ്കിലും ലോകത്ത് കഴിയുമോ? അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ഐക്യജനാധിപത്യ മുന്നണിക്ക് സാമ്പത്തികം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും, പുതിയ മാർഗ്ഗങ്ങളിലൂടെ കണ്ടെത്താൻ കഴിയും. അങ്ങനെ സാമ്പത്തികമായൊരു പുനഃസൃഷ്ടി തന്നെ ഈ UDF ഗവൺമെൻറ് വരുമ്പോൾ ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കാനായിട്ട് കഴിയും. അതുവഴി വലിയ വികസനങ്ങളും എല്ലാ മേഖലയിലും ഉണ്ടാക്കാൻ കഴിയും. അതാണ് പ്രധാനപ്പെട്ട എൻ്റെ വിജയത്തിൻ്റെ ഒരു ഘടകം. മറ്റൊന്ന്, എന്നെ ശരിക്കും അറിഞ്ഞ ജനതയാണ് ഇരിങ്ങാലക്കുടയുള്ളത്. ഞാൻ 2001-ലും 2006-ലും 2011-ലും ഇരിങ്ങാലക്കുടയിൽ MLA ആയപ്പോൾ വികസനത്തിൻ്റെ പൂമഴ ഇവിടെ പെയ്തു എന്ന് എല്ലാവർക്കും അറിയാം. അതെല്ലാ മേഖലയിലും, അത് വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ, സാംസ്കാരിക മേഖലയിലാകട്ടെ, അതുപോലെ തന്നെ വെളിച്ച മേഖലയിൽ, അതായത് വൈദ്യുതി കണക്ഷൻ ഇന്ത്യയിൽ ആദ്യമായി എല്ലാ വീടുകളിലേക്കും കൊടുത്തത് ഇരിങ്ങാലക്കുടയാണ്. സമസ്ത മേഖലയിലും കുടിവെള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായാലും ഏത് മേഖലയെടുത്ത് നോക്കിയാലും ഐക്യജനാധിപത്യ മുന്നണിയുടെ വലിയൊരു കയ്യൊപ്പ് ഈ 15 വർഷ കാലഘട്ടമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിൽ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ ഇരിങ്ങാലക്കുട ആളുകൾ കാണുന്നത് എന്താ, ഇന്ത്യയിൽ ഒന്നാമതെത്താൻ നമുക്ക് കഴിഞ്ഞു. കാരണം സമ്പൂർണ്ണ വൈദ്യീകരണം ഇന്ത്യയിലെങ്ങും ഇല്ലാതെ ഇപ്പോൾ ഈ ഇരിങ്ങാലക്കുട നടപ്പിലാക്കുകയുണ്ടായി. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം കേരളത്തിലെങ്ങും ഇല്ലാതിരുന്ന സമയത്ത് അത് നമുക്ക് ഇരിങ്ങാലക്കുടയിൽ നടപ്പിലാക്കി കൊടുക്കാനായിട്ട് കഴിഞ്ഞു. എന്താണ് കേരളം നാളെ ചിന്തിക്കുന്നത്, അത് ഇന്ന് ഇരിങ്ങാലക്കുട ചിന്തിച്ചു അന്ന്. എന്താണ് ഇന്ത്യ നാളെ ചിന്തിക്കുന്നത്, അത് ഇരിങ്ങാലക്കുട ഇന്ന് ചിന്തിച്ചു. അതാണ് നടത്തിയ ചില കാര്യങ്ങളിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ ഉള്ള ഒരു 15 വർഷ കാലഘട്ടം ജനങ്ങളുടെ മനസ്സിൽ വലിയ മാധുര്യമുള്ള നല്ല ഓർമ്മകളുണ്ട്. അവരതൊക്കെ ശരിക്കും ആ നിലയിൽ ചിന്തിച്ച് തന്നെ അവർ പ്രവർത്തിക്കും. 10 വർഷ കാലഘട്ടം ഒരു വികസന നേട്ടങ്ങളുടെ വലിയൊരു പട്ടിക നിരത്തി LDF ഇവിടെ വോട്ട് നേടുന്നു. അതിനെ എങ്ങനെയാണ് UDF പ്രതിരോധിക്കുന്നത്? എന്ത് വികസനമാണ് ഇവർക്ക് പറയാനുള്ളത്? ഞാൻ തുടങ്ങി വെച്ചതും ഞാൻ കൊണ്ടുവന്നതുമായിട്ടുള്ള വികസന പദ്ധതികൾ പലതും പൂർത്തീകരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്താണ് വികസനം? ഏതെങ്കിലും ഒരു തക്കതായൊരു വികസനം എടുത്തു കാണിക്കാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ് 10 വർഷമായിട്ട് കഴിയുന്നുണ്ട്. വെറുതെ വാചകമടിയല്ലാതെ വല്ലതും കഴിയുമോ? ഞാൻ MLA ആയിരുന്നപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സഹായത്തോടെ കൊണ്ടുവന്ന വികസന കാര്യങ്ങളൊക്കെ തന്നെ തങ്ങളുടെ നേട്ടമാണെന്ന് പറയുന്നത് ഒട്ടും രാഷ്ട്രീയ മാന്യതയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അതൊക്കെയാണ് വികസനം എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ജനങ്ങൾ വിധിയെഴുതും. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതുവല്ലോ സമ്മതിക്കുമോ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതൊക്കെ എൻ്റെതാണ്, ഇതൊക്കെ ഇടതുപക്ഷ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഒരു ചുക്കും ഇവിടെ നടന്നിട്ടില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ UDFന് പ്രതീക്ഷ പോലൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് ഏത് രീതിയിലായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക? ഇവിടെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഒരു കോട്ടൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ BJP സ്ഥാനാർത്ഥി 10,000 വോട്ടിന് മുന്നിലായിരുന്നു. അതൊക്കെ തകർന്നടിഞ്ഞു പോയില്ലേ? അതൊക്കെ തകർന്നടിഞ്ഞു പോയിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റമാണ് നടന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയും ആളൂർ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭരണകൂടങ്ങളൊക്കെ നിലനിൽക്കുന്നു. മറ്റ് പഞ്ചായത്തുകളൊക്കെ തന്നെയും വലിയ കുഴപ്പമുണ്ടെന്ന് പറയാനായിട്ട് കഴിയില്ല. വോട്ടിൻ്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ വലിയ നിലയിൽ മുന്നേറാൻ ഉള്ള സാധ്യത എല്ലാ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അത് ഞങ്ങൾ നല്ല നിലയിൽ തന്നെ ഞങ്ങൾക്ക് മാറ്റി ഇപ്പോൾ തന്നെ മാറി ആളുകളുടെ മനസ്സിൽ. അതുകൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് കഴിയും. അതൊരു ഘടകമേ അല്ല, വളരെ നിസ്സാരമായൊരു ഘടകമായിരുന്നു. അവസാനമായിട്ട് ഈ മുന്നണിക്കുള്ളിൽ തുടക്കത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ച് ഇപ്പോൾ എങ്ങനെയാണ് മുന്നണി സംവിധാനം മുന്നോട്ട് പോകുന്നത്? മുന്നണി സംവിധാനത്തിൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഒരു പ്രശ്നമില്ല എന്നുള്ളത് ആണ് നമ്മൾ കാണേണ്ടത്. സുതാര്യമായി ഐക്യത്തോടെ ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാതലായിട്ടുള്ള പ്രശ്നം എന്ന് പറയാൻ എന്താ ഉള്ളത്? കേരളത്തിലെ എല്ലാ നിയോജകമണ്ഡലം ഉണ്ടായിട്ടുണ്ട്.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം CPM നേതാക്കന്മാർ ജി സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ നിലയിൽ പ്രശ്നങ്ങളുമായി CPM മുന്നോട്ട് പോകുമ്പോൾ വലിയ ആനമന്തമുള്ള ആൾ ഉണ്ണിമന്തനെക്കുറിച്ച് കുറ്റം പറയുന്നത് പോലെയല്ലേ ഐക്യജനാധിപത്യ മുന്നണിയെക്കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾ കുറ്റപ്പെടുത്തുന്നത്. ഞങ്ങളുടെ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അതിശക്തമായി മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇരിങ്ങാലക്കുടയിലെ NDA സ്ഥാനാർത്ഥി ശ്രീ സന്തോഷ് ചെറാക്കുളമാണ് നമ്മോടൊപ്പം ചേരുന്നത്. മണ്ഡലത്തിലെ വിജയ പ്രതീക്ഷകളെക്കുറിച്ചും പ്രചരണത്തെക്കുറിച്ചും അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു. എങ്ങനെ, ഒരു റൗണ്ട് പ്രചരണം പൂർത്തിയായോ? ഒരു റൗണ്ട് പ്രചരണം പൂർത്തിയായി, രണ്ടാം റൗണ്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. നല്ല റെസ്പോൺസാണ് നമുക്ക് ഓരോ പഞ്ചായത്തുകളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മാറി മാറി ഭരിച്ച സർക്കാരുകളെ പറ്റി എല്ലാവരും അത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഒരു മാറ്റം ഇവിടെ ആവശ്യമാണ്. അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധനായ സ്റ്റേറ്റ് പ്രസിഡൻറ്റ് രാജീവ് ചന്ദ്രശേഖരി പറഞ്ഞ പോലെ മാറാത്തത് മാറും, വികസിത കേരളം എന്ന മുദ്രാവാക്യമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. മണ്ഡലത്തിലെ സാമുദായിക രംഗത്തും ഒപ്പം പൊതുരംഗത്തുമൊക്കെ താങ്കൾ വളരെ സജീവമായി നിന്ന ഒരാളാണ്. അങ്ങനെ നോക്കുമ്പോൾ, പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ആ സ്നേഹം വോട്ടായി മാറുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. 2016 ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ ഞാൻ മത്സരിച്ചപ്പോൾ അതിന് മുന്നേ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് 6000 വോട്ടാണ് NDAക്ക് കിട്ടിയത്. ഞാൻ 2016 മത്സരിച്ചപ്പോൾ ആ 6000 വോട്ടിൽ നിന്നും 30,000 വോട്ടാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു. അത് തികച്ചും ഒരു സാമുദായിക ബന്ധവും പൊതുപ്രവർത്തനത്തിലുള്ള ബന്ധവും പാർട്ടിയുടെ ബന്ധവും എല്ലാം കൂടി ചേർന്നപ്പോൾ നമുക്കത് നല്ലൊരു വോട്ടാക്കി മാറ്റാൻ സാധിച്ചു. അത് തുടർന്നും ഈ പ്രാവശ്യം അതിൽ കൂടുതൽ നമുക്ക് ഈ പ്രാവശ്യം കിട്ടാനാണ് സാധ്യത. LDF വികസന രംഗത്തെ നേട്ടങ്ങളിലൂന്നിയാണ് പ്രചരണം നടത്തുന്നത്. ആ രീതിയിലുള്ള പ്രചരണത്തെ എങ്ങനെയാണ് NDA പ്രതിരോധിക്കുന്നത്? LDF വികസന ഉന്നം വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ 10 കൊല്ലം അവരല്ലേ ഭരിച്ചിരുന്നത്. ആ 10 കൊല്ലം ഭരിച്ചിട്ട് ഒന്നും ചെയ്യാതെ ഇരുന്ന അവർക്ക് ഇനി എന്നിട്ട് പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ LDFും ഇതുപോലെ തന്നെ ഇനി UDFും ഇവരും മാറി മാറി ഭരിച്ചിട്ട് കേരളത്തിന് 68 കൊല്ലത്തോളമായി കേരളം രൂപീകൃതമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? എന്ത് വികസനമാണ് ഇവർക്ക് കൊണ്ടുവരാൻ സാധിച്ചത്? BJPക്ക് ഇരിങ്ങാലക്കുട വികസനത്തിനെ മുന്നോട്ട് വയ്ക്കാനുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ എന്തൊക്കെയാണ്? NDAക്ക് ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വികസനം കൊണ്ടുവരാൻ ഇനി NDAക്ക് സാധിക്കും. കാരണം കേരളം ഇന്ന് കടത്തിൽ നിന്നും കടത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ വീണ്ടും കേരളം കടം വാങ്ങിയിട്ടുണ്ട്. ഈ കടം വാങ്ങി ദൂർത്തടിച്ച് കേരളത്തെ നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് LDFും അതേപോലെ തന്നെ UDFും. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് കേന്ദ്ര ഫണ്ട് ധാരാളം കിട്ടണം. ആ കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വിനിയോഗിച്ചുകൊണ്ട് പോയാൽ കേരളത്തെ ഒരു വലിയ ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആ ദിശയിലൂന്നി ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രചരണ രീതിയാണ് NDA അവലംബിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഡബിൾ എഞ്ചിൻ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കേരളത്തിന് പുരോഗതി ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല. മണ്ഡലത്തിലെ അടിസ്ഥാന വിഭാഗത്തിലെ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും? അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങൾ NDAക്ക് എന്തൊക്കെ മുന്നോട്ട് വയ്ക്കാനുണ്ട്? അടിസ്ഥാന വിഭാഗത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ കുടിവെള്ളം ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ആളൂർ മണ്ഡലത്തിലും ഇരിങ്ങാലക്കുട മണ്ഡലത്തിലും കുടിവെള്ളത്തിൻ്റെ പ്രശ്നം രൂക്ഷമാണ്. ഇപ്പോൾ സെൻറ്റ് ജോസഫ് കോളേജിൻ്റെ അടുത്തുള്ള ഒരു കനാൽ ബേസ് കോളനിയിൽ 2000-ത്തോളം കുടിവെള്ളം കിട്ടാതെ അവിടുത്തെ ജനങ്ങൾ വലഞ്ഞു. അത് അവിടുത്തെ ഒരു വനിത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഒരു മെയിൽ അയക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപി അതിൽ ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ വിളിച്ച് പറയുകയും ഞങ്ങൾ അപ്പം തന്നെ പോയി ആവശ്യത്തിന് വെള്ളം അവർക്ക് കൊടുത്തു. അത് കൊടുത്ത് അന്ന് തന്നെ വൈകിട്ട് 7 മണിയായപ്പോൾ സുരേഷ് ഗോപി ഇരിങ്ങാലക്കുടയിലെത്തുകയും ആ സംഭവ സ്ഥലത്ത് പോവുകയും അവിടെ തന്നെ കളക്ടറെ വിളിച്ചും അതേപോലെ തന്നെ വാട്ടർ അതോറിറ്റിയെ വിളിച്ചും കാര്യങ്ങൾ സംസാരിച്ച് അതിന് പരിഹാരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഇതേപോലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ട്. അതേപോലെ തന്നെ റോഡിൻ്റെ പ്രശ്നങ്ങൾ, കൃഷിയിടങ്ങളിൽ കൃഷിക്ക് ആവശ്യമായ വെള്ളം കിട്ടാത്ത പ്രശ്നങ്ങൾ,
വിദ്യാഭ്യാസ സംബന്ധമായ പ്രശ്നങ്ങൾ, ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ ഡെയിലി വരുന്നതാണ്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിൽ പല മെഡിക്കൽ കോളേജുകളിൽ ഒരു ശസ്ത്രക്രിയ ചെയ്താൽ 2 ശസ്ത്രക്രിയ ഫ്രീ ആണ്. ഒരു കത്രിക ഫ്രീ കിട്ടും, അല്ലെങ്കിൽ ഒരു ഉണ്ട തുണി ഫ്രീ കിട്ടും. ഇത് സർവ്വസാധാരണ കണ്ടുപിടിക്കുക. ഇതേപോലത്തെ ഒരു പ്രശ്നങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ ഭാഗത്തുണ്ടാകുന്ന പ്രതികരണങ്ങൾ അതെങ്ങനെയാണ്? അവരുടെ ഭാഗത്ത് ഒരുപാട് പ്രതികരണങ്ങളുണ്ട്. കാരണം ഇനി ആരാണ് അവരെ രക്ഷിക്കുക, ആ ഒരു ചിന്ത ഇപ്പോൾ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അത് ഭാരതീയ ജനതാ പാർട്ടി NDAക്ക് വളരെ ഗുണം ചെയ്യുമെന്നുള്ളത് യാതൊരു സംശയമില്ല. മുൻപൊക്കെ ശക്തി തെളിയിക്കുക, പാർട്ടിയുടെ സംഘടനാ ശക്തി വിളിച്ചത് എന്നതിനൊക്കെ അപ്പുറത്തേക്ക് വിജയിക്കുക എന്നുള്ള രീതിയിലേക്ക് NDAക്ക് മണ്ഡലത്തിൽ മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ വിജയിക്കുക എന്നുള്ള ലക്ഷ്യം അത് മാത്രമേ NDAക്കുള്ളൂ. പഴയ പോലെ വോട്ട് കൂട്ടുക, അല്ലെങ്കിൽ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് വോട്ട് കൂട്ടുക, അല്ലെങ്കിൽ മത്സരിക്കുക എന്നുള്ള ഉദ്ദേശമല്ല. ഇന്ന് A ക്ലാസ് മണ്ഡലങ്ങളിലെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA സഖ്യം ജയിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു.